ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ 2 ദിവസം മുമ്പ് ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയായിരുന്നു, QAKPay എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് ആധാർ കാർഡും പാൻ കാർഡും അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഏജൻറ്റായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് എടുത്ത ശേഷം നിങ്ങൾക്ക് റീചാർജ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു അത്. അപ്പോൾ അതിനകത്ത് ആധാർ കാർഡും പാൻ കാർഡും റിക്വയർ ആയിട്ടുണ്ട് പ്രൂഫിനകത്ത്. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ അയച്ചു കൊടുക്കണം. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് അതിനകത്തുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അത് എടുക്കാൻ പറ്റത്തില്ല, പാൻ കാർഡ് ഇല്ലാത്തവർക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് പാൻ കാർഡ് ഇല്ലാത്തവർക്ക് എങ്ങനെ ഇത് പാൻ കാർഡും ആധാർ കാർഡും ഇല്ലാത്തവർക്ക്, ആധാർ കാർഡ് കൊണ്ടുപോയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതുപോലും ഇല്ലാത്തവർക്ക് എങ്ങനെ ഇത് ഈ ഒരു ബിസിനസ് ചെയ്യാനാണ്, അതായത് ഈ റീചാർജിങ് ആൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ചെയ്യാമെന്നാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓറഞ്ച് മൾട്ടി പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ QAKPayയുടെ കൂടെ ഒരു ആപ്ലിക്കേഷനാണ്, മൾട്ടി റീചാർജ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ അവർ 3% തൊട്ട് 3.25% തൊട്ട് ഇതിന് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ അക്കൗണ്ട് ഇവിടെ ഞാൻ ലോഗിനാണ്. ജസ്റ്റ് ഒന്ന് ലോഗൗട്ട് ചെയ്യുന്നതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഞാനിവിടെ ലോഗൗട്ട് ചെയ്ത ശേഷം ബാക്ക് ഞാൻ വരികയാണ്. എന്നിട്ട് ഇവിടെ മേളിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ യൂസർ നെയിം വിത്തൗട്ട് സ്പേസ് വരരുത്, അതുപോലെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക, അതുപോലെ നിങ്ങളുടെ പാസ്വേഡ്, ഇമെയിൽ ID, നിങ്ങളുടെ സ്റ്റേറ്റ് കേരള കൊടുക്കുക. എന്നിട്ട് റഫറൽ കോഡ് എന്നുള്ള ഓപ്ഷനകത്ത് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ആ ഒരു റഫറൽ കോഡ് കോപ്പി ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പം ഡിസ്ക്രിപ്ഷനിൽ കോപ്പി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയായിരുന്നു, യൂണിവേഴ്സൽ കോപ്പി എന്ന് പറയുന്നത്. അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളിത് കോപ്പി ചെയ്തെടുക്കാം. അപ്പം അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ എൻ്റെ നമ്പറിലേക്ക് ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ നമ്പറിലേക്ക് ഞാൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ അക്കൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റീചാർജ്, ഇലക്ട്രിസിറ്റി, അതൊക്കെ സപ്പോർട്ടാണ്. ഇലക്ട്രിസിറ്റി സപ്പോർട്ടാണ്, റീചാർജ്, ഡിഷും അതുപോലെ എല്ലാ സിമ്മും എല്ലാ ഡിഷും സപ്പോർട്ടാണ്. അത് ആധാർ കാർഡ് സംഭവം ഒന്നും വേണ്ട. ഇവിടെ മെയിലിൽ കസ്റ്റമർ കെയർ നമ്പറുണ്ട്. അതുപോലെ റഫർ ആൻഡ് ഏഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. ഞാനിവിടെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ലാസ്റ്റ് ട്രാൻസാക്ഷനൊക്കെ കാണിച്ചു തരാം. അതുപോലെ മൈ പ്രൊഫൈലിനകത്ത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെ കമ്പനി നെയിം ഒന്നുമില്ല, റഫറിൽ കോഡുണ്ട്, ആധാർ കാർഡില്ല, പാൻ കാർഡില്ല, GST നമ്പർ ഇല്ല, സ്റ്റേറ്റ് പോലും ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സാണ്. എന്നിട്ടും എനിക്ക് ഇതിനകത്ത് ജോലി ചെയ്യാൻ നല്ലപോലെ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ ഒരു ആപ്ലിക്കേഷനിൽ മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പൈസ, അതായത് ഓറഞ്ച് മൾട്ടി പേയ്മെൻറ്റ് ബാങ്ക് ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കാനുള്ള സെൻഡ് ബാലൻസ് ഉള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ബാലൻസ് സെൻഡ് ചെയ്ത് കൊടുക്കാനാണ്. ഇതിനകത്ത് ഇനി എങ്ങനെ ലോഡ് ചെയ്യാം, പൈസ എങ്ങനെ കയറ്റാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളിവിടെ ലോഡ് ബാലൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എടുത്ത ശേഷം ഇവിടെ ഏറ്റവും താഴേക്ക് വന്ന ഭീം UPI ഡൈനാമിക് QR കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം എത്ര രൂപയാണ് നിങ്ങൾക്ക് കയറ്റുന്നത് ആ ഒരു തുക എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 500 അടിച്ചു കൊടുക്കുകയാണ്. ഇതിന് പ്രത്യേകിച്ച് പൈസ ആഡ് ചെയ്യുന്നതിന് QAKPayയുടെ കൂട്ട് പ്രത്യേകിച്ച് സർവീസ് ചാർജ് ഒന്നും ഇല്ലാതെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് 100% തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു QR കോഡ് നിങ്ങളുടെ Paytm ആയിക്കോട്ടെ, Google Pay ആയിക്കോട്ടെ, അതിനകത്ത് UPI എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അവിടെ ചെന്നിട്ട് അവിടെ QR കോഡ് സ്കാനർ ഉണ്ട്. അത് ഉപയോഗിച്ച് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത ശേഷം ഈ ഒരു എമൗണ്ട് പേ ചെയ്ത് കൊടുക്കുക. പേ ചെയ്ത ശേഷം ആ ഒരു ട്രാൻസാക്ഷൻ ID, ആ പേ ചെയ്ത ട്രാൻസാക്ഷൻ ID നിങ്ങൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ എവിടെയും എഴുതി വെക്കുക. എന്നിട്ട് ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ഭീം UPI എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആ ഒരു ട്രാൻസാക്ഷൻ ID ഇവിടെ പേസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ എമൗണ്ട് അടിച്ച് കൊടുക്കുക. എമൗണ്ട് അടിച്ച് കൊടുക്കുമ്പോൾ ഒരു 5 പിന്നകത്ത് വെച്ച് തന്നെ അവർ സബ്മിറ്റ് എടുത്ത് കഴിയുമ്പോൾ 5 പിന്നകത്ത് വെച്ച് തന്നെ അവർ നമ്മുടെ ഓറഞ്ച് മൾട്ടി പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ പൈസ ഇട്ടിരുന്നതാണ്. എനിക്കിവിടെ 61 രൂപ ബാലൻസ് ഉണ്ട്. ഞാനിവിടെ 7 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഒരാഴ്ച മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുള്ളൂ. അത് കഴിഞ്ഞാണ് QAKPay ഞാൻ പരിചയപ്പെടുന്നത്. അതിപ്പം 1 മാസത്തോളം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 2 ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ ലൈവായിട്ട് റീചാർജ് ചെയ്ത് സ്പോട്ട് കമ്മീഷൻ ഏൺ ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. അതിലൂടെ 3 വരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ റഫർ ആൻഡ് ആണെന്ന് പറഞ്ഞ് വേറൊരു ഓപ്ഷൻ കാണാൻ സാധിക്കാവുന്ന ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഈ ഒരു കോഡ് കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഈ കോഡ്. എന്നിട്ട് അവരോട് ഡൗൺലോഡ് ചെയ്യാൻ പറയുക. അവർ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ ഈ കോഡ് കൊടുത്തിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവർ ഒരു വർഷത്തേക്ക് അവർ ചെയ്യുന്ന എല്ലാ റീചാർജസിൻ്റെയും 0.5% നമുക്ക് ഇങ്ങോട്ട് കമ്മീഷനായിട്ട് കിട്ടും. അതുപോലെ നമ്മൾ റീചാർജ് ചെയ്യുന്നതിൻ്റെ കമ്മീഷൻ വേറെ. അപ്പോൾ നല്ലൊരു രീതിയിൽ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ മൈക്രോ ATM ഒക്കെ വരുന്നേ ഉള്ളൂ. റീചാർജിനകത്ത് തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മൊബൈൽ നമ്പറുണ്ട്, മൊബൈൽ നമ്പർ സെക്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് സെലക്ട് ഓപ്പറേറ്റർ കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓപ്പറേറ്റേഴ്സിനെ കാണാൻ സാധിക്കും. അതുപോലെ BSNL രണ്ടെണ്ണം ഉണ്ട്. BSNL ടോപ്പ് അപ്പ്, BSNL സ്പെഷ്യൽ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒരു സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഇവിടെ നമുക്ക് TV ഒക്കെ റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് BSNL മാത്രമുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബർ ID കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഷോ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ റീചാർജ് ചെയ്യുക. അതുപോലെ നിങ്ങൾ കസ്റ്റമർ ഇൻഫോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമറിനെ അറിയാൻ സാധിക്കും. അപ്പം ബാലൻസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഡാഷ്ബോർഡിലേക്ക് ഒന്നുകൂടെ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേരൊക്കെ ഇവിടെ വന്ന് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ലോഡ് ബാലൻസ് തന്നെ 3-4 ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോ ഞാൻ വരുന്നത് ഇതിൻ്റെ ലൈവ് റീചാർജിങ്ങും അതുപോലെ സ്പോട്ടിൽ എങ്ങനെ കമ്മീഷൻ ഏൺ ചെയ്യാന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഞങ്ങൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം പ്രത്യേകിച്ച് ഓർക്കുക, ഇതിന് ആധാർ കാർഡ് വേണ്ട, പാൻ കാർഡ് വേണ്ട, GST നമ്പർ വേണ്ട, ഒന്നും വേണ്ട. അതില്ലാതെ തന്നെ അതൊന്നും ഇല്ലാത്തവർക്കും
ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവർ റീചാർജ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കാം. അതിനൊരു Paytm മാത്രം മതി. അപ്പോൾ അതൊന്ന് KYC കംപ്ലീറ്റ് ചെയ്തിട്ട് Paytm അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ആമസോൺ പേ അങ്ങനത്തെ അക്കൗണ്ട് മാത്രം മതി. ഇതിനകത്തൊന്നും ബാലൻസ് ലോഡ് ചെയ്യാനായിട്ട് വേറെ ഡിസ്ട്രിബ്യൂട്ടർ അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.